ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കൽക്കി 2898 AD എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രത്തിന്റെ കഥയുടെ പൂർണ്ണ രൂപമാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൽക്കി 2898 എന്ന് പറയുന്ന AD എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയ നാഗശ്വനാണ്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് പ്രഭാസും കമലഹാസനും അതോടൊപ്പം അമിതാഭ് ബച്ചനും ദിവ്യ പദുക്കോണും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുമ്പോൾ മലയാളത്തിൽ നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട്. ചിത്രം കഥ പറഞ്ഞു പോകുന്നത് നിലവിലുള്ള 2024 നിന്നും വളരെ നാളുകൾക്ക് ശേഷം 2898 എന്ന് പറഞ്ഞ ഫ്യൂച്ചറിലെ കാലഘട്ടത്തിലൂടെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. BC 3102 കുരുക്ഷേത്ര യുദ്ധത്തെ തുടർന്ന് അശുദ്ധാത്മാവ് ബ്രഹ്മശിരാസ്ത്രം പ്രയോഗിച്ച് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ശ്രമിക്കുക. ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ കൃഷ്ണൻ അശുദ്ധാത്മാവിനെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവന്റെ നെറ്റിയിൽ നിന്നും ആ ഒരു ദിവ്യരത്നം എടുത്തിട്ട് ശാപമോക്ഷം കൂടി നമ്മുടെ കൃഷ്ണൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് കലിയുഗത്തിൽ വിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കിയെ രക്ഷിക്കാൻ നീ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു ദൗത്യത്തിലൂടെ നിനക്ക് നിന്റെ ശക്തി വീണ്ടും തിരിച്ചെടുക്കാമെന്ന് പറയുന്നതിലൂടെയാണ് ചിത്രം കഥ തുടരുന്നത്. പിന്നെ കാണിക്കുന്നത് പ്രസന്റ് കാലഘട്ടമാണ്. അതായത് 2898 എന്ന് പറയുന്ന ഫ്യൂച്ചറിലെ കാലഘട്ടം. അന്ന് ഈ ലോകത്തിലൊന്നും തന്നെ ഇല്ല. 3 രാജ്യങ്ങൾ മാത്രമായിട്ടാണ് കാണിക്കുന്നത്: ശംബാല, കാശി, അതോടൊപ്പം തന്നെ കോംപ്ലക്സ് എന്ന് പറയുന്ന നഗരം. കോംപ്ലക്സ് കാശിയുടെ തന്നെ ഒരു ഭാഗമാണ്. കോംപ്ലക്സിലാണെങ്കിൽ എല്ലാം തന്നെ ഫലസമൃദ്ധമായിട്ടുള്ളപ്പോൾ കാശിയാണെങ്കിൽ മറ്റ് വരണ്ട് മരുഭൂമിക്ക് സമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ചിത്രത്തിന് കഥ തുടങ്ങുമ്പോൾ ഒരു സംഘം അഭയാർത്ഥികൾ കാശിയിലോട്ട് എത്തുന്നതാണ്. ഗംഗയുടെ മധ്യയാണ് ഇവർ വരുന്നതെങ്കിൽ ഗംഗ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാണ്ട് വറ്റി വരണ്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശംബാലയിൽ നിന്നുള്ള ഒരുപറ്റം ആൾക്കാരും ഈ ഒരു വിമത ഈ കൂട്ടത്തിൽ വന്നു പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണായിട്ടുള്ള റായ വേഷം മാറി ആണായിട്ട് നിൽക്കുകയും അതിനുശേഷം അവൾ പെണ്ണെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം കാശിയിലുള്ള പടയാളികൾ ഇവരെ കണ്ടെത്തുകയും ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് അവരെ പിടികൂടുന്ന സമയത്തായിട്ട് നമ്മുടെ സുപ്രീം യാസ്കിനാണ് നിലവിൽ കോംപ്ലക്സിന്റെ ഭരണാധികാരിയായിട്ട് നിലകൊള്ളുന്നത്. കാശിയിൽ ഇപ്പോൾ ദൈവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏകാധിപത്യ ദൈവരാജ്യമായിട്ട് സുപ്രീം യാസ്കിൻ ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സുപ്രീം യാസ്കിന് താഴെയായിട്ട് കമാൻഡർ മാനസ്, കൗൺസിലർ ബാനി, റൈഡേഴ്സ് തുടങ്ങിയവരാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ റൈഡേഴ്സ് ആണെങ്കിൽ ശംബാലയിൽ നിന്നും വന്നവരെ കണ്ടെത്തുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് മാനസ് ചോദിക്കുന്നുണ്ട്, ശംബാലയിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളെ കൊല്ലാതെ വിടാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്തായിട്ട് അവരെയുള്ള ശംബാലയിൽ നിന്ന് വന്നിട്ടുള്ളവർ പറയുന്നുണ്ട്, എന്തൊക്കെ കാണിച്ചാൽ ഇവരെന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശംബാല എവിടെയാണെന്ന് പറയരുതെന്ന് പറയുന്നുണ്ട്. ഇതിന് കാരണമായിട്ട് അവർ കാണിക്കുന്ന ഒരു സീൻ എന്തെന്ന് നോക്കുകയാണെങ്കിൽ ശംബാലയിൽ നിന്നും വന്നവര് അവിടെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ കണ്ടെത്തുന്നുണ്ട്. ഇതുവരെ ആ ഒരു സ്ത്രീയെ ശംബാല, അതായത് കോംപ്ലക്സ് ഒരു ലാബ് കൂടി നടത്തുന്നുണ്ട്. പ്രൊജക്ട് കെ എന്നാണ് അതിന്റെ അർത്ഥം. പ്രൊജക്ട് കെ എന്നാണ് ആ ലാബ് അറിയപ്പെടുന്നത്. അവിടെയാണെങ്കിൽ സ്ത്രീകളെ കൃത്രിമമായിട്ട് ഗർഭിണിയാക്കി അതിനുശേഷം ആ ഒരു കുട്ടികളെ എക്സ്ട്രാക്ട് ചെയ്ത് സെറം എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവരുടെ കണ്ണിൽപ്പെടാതെ ഒരു സ്ത്രീയെ വളരെയധികം നാൾ ഇവർ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ദൈവത്തിന്റെ പുനർജന്മമാണെന്നാണ് ശംബാലയിലുള്ളവർ വിശ്വസിക്കുന്നത്. അതായത് 6000 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ ഒരു പുനർജന്മം ഉണ്ടാകുമെന്നും അതിന് നിയോഗിക്കപ്പെട്ട അമ്മ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ശ്രമത്തിനൊടുവിൽ ഇവർ കണ്ടെത്തുന്ന സ്ത്രീയെ ഒടുവിൽ കാശിയിലെ റൈഡേഴ്സ് പിടിക്കുകയും മാനസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കഥ തുടരുന്നത്. ആ ഒരു സമയത്ത് ശംബാലയിലെ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്വന്തം ശോഭനേനെയാണ്. ശോഭനയോട് പറയുന്നുണ്ട്, ഈ ശംബാല എവിടെയാന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഇവരെ കൊല്ലാതെ വിടാമെന്ന് പറയുമ്പോൾ ആ ഒരു ശക്തികൾക്കെതിരെ നിലകൊള്ളുന്നതായിട്ട് ശംബാലയിലെ ആൾക്കാരെ കാണിച്ചുകൊണ്ടാണ് പിന്നെ കഥ തുടരുന്നത്. ഈ ഒരു സമയത്ത് അവിടെ നിന്ന് ഒരു കുട്ടി രക്ഷപ്പെടുന്നുണ്ട്. ആ ഒരു കുട്ടിയെ പിടിക്കപ്പെടാൻ വേണ്ടി ബൗണ്ടി റൈഡേഴ്സിന് അധികാരം കൊടുക്കേണ്ട മാനസ് 5000 യൂണിറ്റ്സ് ആണ് പാരിതോഷികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കറൻസിയിൽ നിന്നും യൂണിറ്റിലോട്ട് മാറ്റം വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. അതായത് ഫ്യൂച്ചറിൽ കറൻസിക്ക് ബദലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് നമുക്ക് ഇപ്പോഴത്തെ ക്യാഷിനെ പോലെ കയ്യിൽ കരുതേണ്ട കാര്യമില്ല. അത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പോലെ ജസ്റ്റ് പറഞ്ഞു പോകുന്നൊരു കാഴ്ച മാത്രമേ സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ആ ഒരു കാഴ്ചയിൽ നിന്നും നമ്മുടെ പ്രഭാസിന്റെ എൻട്രി ഒക്കെ കാണാൻ സാധിക്കുന്നത്. പ്രഭാസ് ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ടാണ് എത്തുന്നത്. നിരവധി പ്രഭാസിന്റെ ഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കോംപ്ലക്സിൽ എത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് 1 ലക്ഷം, അതായത് 1 ദശലക്ഷം യൂണിറ്റ്സ് ആണ്. അങ്ങനെ അടയ്ക്കാൻ കഴിവുള്ളവർക്ക് മാത്രം ആക്സസ് ചെയ്യാവുന്ന ഒരു ഗേറ്റഡ് പർദീസയാണ്
കോംപ്ലക്സിൽ എല്ലാം തന്നെയുണ്ട്. ഭൂമിയിലെ പോലെയല്ല, നിലവിലെ കാശിനെ പോലെയല്ല, നമ്മുടെ ഇപ്പോൾ കാണുന്ന ഭൂമിയെ പോലെ തന്നെ ഫലസമൃദ്ധമായിട്ടുള്ളൊരു നാടായിട്ടാണ് കോംപ്ലക്സിനെ കാണുന്നത്. കോംപ്ലക്സ് നിലകൊള്ളുന്ന കാശിയുടെ ഏറ്റവും ടോപ്പിൽ പിരമിഡിന് സമാനമായിട്ടാണ്. ഇതിനെ കാത്തു പരിപാലിച്ചുകൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ നോക്കിക്കണ്ടുകൊണ്ട് നമ്മുടെ സുപ്രീം യാസ്മിൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് കമലഹാസൻ നിലകൊള്ളുന്നുണ്ട്. കമലഹാസൻ 200 വർഷം പഴക്കമാണ് കമലഹാസനും പറയുന്നത്. 200 വർഷം പഴക്കമുള്ള യാസ്കിന് കൃത്രിമ ബീജസങ്കലനത്തോടെ കിട്ടുന്ന സെറം ഉപയോഗിച്ച് തന്റെ ആയുസ് വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് രക്ഷപ്പെടുന്ന പദ്ധതി കൂടിയാണ് പ്രൊജക്ട് കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നായിരുന്നാലും പ്രൊജക്ട് കെയുടെ ഭാഗമായിട്ട് ലാബിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്ത്രീ പോലും 100 ദിവസം പോലും അവിടെ അതിജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെറം യൂസ് ചെയ്തുകൊണ്ട് ഇതുവരെ സുപ്രീം യാസ്മിന് തന്റെ പഴയ ജീവിതം അല്ലെങ്കിൽ ഒരു ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ കാണിക്കുന്നത് നമ്മുടെ ദീപിക പദുക്കോണിന്റെ ക്യാരക്ടറോട്ടാണ് പോകുന്നത്. ദീപിക പദുക്കോൺ അവിടെയാണെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ഒരു ഗർഭിണിയാണെങ്കിലും ആർക്കും അത് ആരോടും വെളിപ്പെടുത്താതെ നടത്തുകയാണ്. എല്ലാ ടെസ്റ്റുകൾ ചെക്ക് ചെയ്യുമ്പോഴും പുറമെ നെഗറ്റീവ് എന്നാണ് കാണിക്കുന്നതെങ്കിലും നിലവിൽ 150 ദിവസത്തോളം ഗർഭിണിയായിട്ടാണ് ദീപിക പദുക്കോണിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. സം 18 എന്ന് പറയുന്ന ഒരു നെയിമാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ലാബിലുള്ളവർക്ക് ആർക്കും തന്നെ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചെറുപ്പത്തിൽ തന്നെ അവർ കോംപ്ലക്സിലെത്തുകയും ലാബിനുള്ളിൽ തന്നെ വളരുകയായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്താണെങ്കിൽ കൂടെയുള്ള ഒരു യുവതി, അതായത് ലാബിനകത്തുള്ള ഒരു സ്ത്രീ ദീപിക പദുക്കോണിന്റെ ക്യാരക്ടർ ഗർഭിണിയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം അത് ഗാർഡുകളും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ രക്ഷപ്പെട്ടു പോയ റായ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണ് എത്തിപ്പെടുന്നത് ഒരു ഗുഹയിലാണ്. ഗുഹയിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരു വൃദ്ധൻ ഇരിക്കുന്നതായിട്ടാണ് റായ കാണുന്നത്. റായ ഉടൻ തന്നെ ആ വൃദ്ധന്റെ അരികിലോട്ട് ചെല്ലുകയും ഉടൻ തന്നെ റായനെ അന്വേഷിച്ച് വന്നിട്ടുള്ള ഒരു റോബോട്ടിനെയും കാണിക്കുന്നുണ്ട്. റോബോട്ട് റായനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറുള്ള ആ ഒരു വൃത്തൻ എഴുന്നേറ്റ് വരികയും തന്റെ കയ്യിലുള്ള ആ ഒരു ഊന്നുവടി കൊണ്ട് റോബോട്ടിനെ അടിച്ചിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ വളരെയധികം അത്ഭുതത്തോടെ റായ ആ ഒരു വൃത്തനെ നോക്കിക്കാണുകയാണ്. അങ്ങനെ വൃത്തൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ അശുദ്ധാത്മാവാണെന്നും 6000 വർഷങ്ങളായിട്ട് തന്റെ ശാവമോക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ റായ എന്ന് പറയുന്ന പെൺകുട്ടിയിലാണ് പണ്ട് കൃഷ്ണൻ തന്റെ നെറ്റിയിൽ നിന്ന് എടുത്ത ആ ദിവ്യരത്നം കാണുകയാണ് അശുദ്ധാത്മാവ്. ഉടൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, അത് എന്റെയാണെന്ന് പറഞ്ഞ് അശുദ്ധാത്മാവ് അതെടുത്ത് തന്റെ നെറ്റിയിലോട്ട് വെക്കുകയും വീണ്ടും പഴയ കാലഘട്ടത്തിലോട്ട് കാഴ്ചകൾ പോവുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുമ്പോൾ പ്രസന്റ് കാലഘട്ടത്തിൽ കോംപ്ലക്സിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദീപിക പദുക്കോണിന്റെ ശ്രമത്തിലൂടെയാണ് പിന്നെ കാണാൻ സാധിക്കുന്നത്. ദീപിക പദുക്കോൺ ഗർഭിണിയാണെന്ന്, അതായത് ദീപിക പദുക്കോണിന്റെ ക്യാരക്ടർ ഗർഭിണിയാണെന്ന് കണ്ടെത്തി അതിനുശേഷം ആ ഒരു ശിശുവിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ സെറം എടുക്കാൻ വേണ്ടിയുള്ള പരീക്ഷണം നടത്തുന്ന സമയത്ത് ആ ഒരു സമയത്ത് ശംബാല വിമതയായ ദില്ലി ഈ ഒരു പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ദീപിക പദുക്കോണിനെ രക്ഷിച്ച് തന്റെ കൂടെയുള്ളവർക്ക് ശംബാലയിലുള്ളവർക്ക് ഏൽപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശംബാലയിൽ നിന്നുള്ള അന്നാബൻ അതോടൊപ്പം പശുപതി തുടങ്ങിയ 3 ക്യാരക്ടറാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് സം 18 രക്ഷപ്പെടാൻ റെഡ്ഡി സഹായിക്കുന്നുണ്ട്. പക്ഷേ റൈഡേഴ്സിനോട് പോരിടാൻ പിന്നിൽ നിൽക്കുന്നുണ്ട്. പുറത്ത് മറ്റ് ശംബാല വിമതർ അവരെ കണ്ടുമുട്ടുന്നുണ്ട്. വീരൻ, കൈറ, അജ്ജു എന്ന് പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കാണിക്കുന്നത്. അത് മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ അന്നാബൻ അതോടൊപ്പം തന്നെ പശുപതി തുടങ്ങിയവരും ഈ ക്യാരക്ടറുകളായിട്ട് വരുന്നുണ്ട്. സുമതി എന്ന് പറയുന്ന ക്യാരക്ടർ സം 18 എന്ന് പറയുന്ന പേരിനെ സുമതി എന്ന് പറയുന്ന പേരാക്കി നൽകുന്നു. അന്നാബിന്റെ ക്യാരക്ടർ തന്നെയാണ്. അതിനുശേഷം അവർ പോകുന്ന യാത്രാമധ്യേ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാനസ് ഏർപ്പെടുത്തുന്ന റൈഡേഴ്സ് എല്ലാം തന്നെ എത്തി അവരിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഈ ഒരു സമയത്ത് അന്നാബൻ മരണപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറായിട്ടുള്ള അശുദ്ധാത്മാവ് അങ്ങോട്ട് എത്തുകയാണ്. ഈ ഒരു സമയത്ത് അശുദ്ധാത്മാവും ഭൈരവയും തമ്മിലുള്ള ഗംഭീര ഫൈറ്റിംഗ് കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം ഭൈരവേനെ തോൽപ്പിച്ച് അശുദ്ധാത്മാവിനെയും കൂട്ടി പശുപതിയൊക്കെ ശംബാലയിലേക്ക് പോവുകയാണ്. ശംബാലയിൽ എത്തിയ ശേഷം ശംബാലയിലുള്ള നിവാസികൾ എന്തെന്ന് തന്നെ വിശ്വസിക്കുന്നത് സുമതയുടെ ഗർഭസ്ഥ ശിശു കൽക്കിയാണെന്നാണ്. അശുദ്ധാത്മാവ് തന്റെ രക്തത്തിലൂടെ അത് മനസ്സിലാക്കുന്നുണ്ട്. ഭൈരവന്റെ ശ്രമങ്ങൾ വകവയ്ക്കാതെ അശുദ്ധാത്മാവിനെ കീഴടക്കി സംഘം ശംബാലയിൽ എത്തുന്നുണ്ട്. അവിടെ കൽക്കിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവവൃക്ഷം പൂക്കുന്നുണ്ട്. തന്റെ കോംപ്ലക്സിലേക്കുള്ള പ്രവേശനത്തിന് പകരമായി സുമതയെ പിടികൂടാൻ ഭൈരവ മാനസുമായി ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ചാരനായ ലൂക്കിനെ കബളിപ്പിച്ച് ഭൈരവ ശംബാല കണ്ടെത്തുകയും തന്റെ ഹോളാഗ്രാം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അശുദ്ധാത്മാവിന്റെ വേഷം ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ശംബാലയോട് പലായനം ചെയ്യാൻ അദ്ദേഹം സുമതിയെ പ്രേരിപ്പിച്ചു. പക്ഷേ യഥാർത്ഥ അശുദ്ധാത്മാവ് അവരെ തടയുന്നു. അവർ വഴക്കിടുമ്പോൾ ശംബാലയുടെ നേതാവ് മറിയം സുമതിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അശുദ്ധാത്മാവായ കീഴടക്കിയ ഭൈരവ ബുജ്ജിയെ ഒരു മനുഷ്യരൂപമുള്ള പോരാളിക്ക് മാറ്റുകയും പക്ഷെ വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. മാൻസും റൈഡേഴ്സും ഭൈരവയെ ശംബാലയിലേക്ക് ട്രാക്ക് ചെയ്യുകയും യാസ്കിൻ നൽകിയ ഭീം ആയുധം ഉപയോഗിച്ച് അതിന്റെ പ്രതിരോധം തകർക്കുകയും ചെയ്യുന്നുണ്ട്.
റൈഡർമാർ ശമ്പാരൻ സൈന്യത്തെ കീഴടക്കി മറിയം കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. മാനസ് അശുദ്ധാത്മാവിനെ ചങ്ങലയിട്ട് ബന്ധസ്ഥനാക്കുകയാണ്. എന്നാൽ ഭൈരവൻ അശുദ്ധാത്മാവിന്റെ വാക്കിംഗ് സ്റ്റിക്ക്, അതായത് ആ ഒരു ഊന്നുവടി കയ്യിലെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ റായയോട് ഒരിക്കൽ അശുദ്ധാത്മാവ് പറയുന്നുണ്ടായിരുന്നു ആ വടി തന്റെ ആണെന്നും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ, അത് തന്റെ കൂട്ടുകാരനാണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത് കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടറായിട്ടുള്ള ഭൈരവ പണ്ട് കർണനായിരുന്നു എന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ്. അത് കർണന്റെ വില്ലാണെന്ന് വെളിപ്പെടുത്തുകയാണ്. വിജയധനുഷ് റൈഡേഴ്സിനെ ഉണർത്തി ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കർണന്റെ പുനർജന്മമായി വെളിപ്പെടുത്തുന്ന ഭൈരവന്റെ വില്ലിന്റെ ശക്തി ഉപയോഗിച്ച് സുമതിയെ രക്ഷപ്പെടുത്തുകയും മാനസിനെ കൊല്ലുകയും ചെയ്തു. അശുദ്ധാത്മാവ് തന്റെ പഴയ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞ് സ്വതന്ത്രനാകുന്നു. എന്നാൽ ബുജ്ജിയുടെ ഔദാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച ഭൈരവൻ തന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി സുമതിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. കോംപ്ലക്സിൽ തിരിച്ചെത്തിയ യാസ്കിൻ മാനസിന്റെ പരാജയത്തെയും മരണത്തെയും കുറിച്ച് അറിയുകയാണ് കൗൺസിലർ ബാനി വഴി. ഇത് അതിനുശേഷം വേർതിരിച്ചെടുത്ത സെറം ഡ്രോപ്പ് ഉപയോഗിച്ച് ഒരു ഡ്രോപ്പ് സെറം ഉപയോഗിച്ച് തന്റെ പൂർവാധിക ശക്തിയിലോട്ട് സുപ്രീം യാസ്കിൻ മാർഗെ അമാനുഷികനായിട്ടുള്ള ശക്തിയിൽ വീണ്ടെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അർജുന്റെ ഗാന്ഡീവം ബില്ലെടുത്ത് പിടിച്ച് സുമതിയെയും അവരുടെ മകനെയും വ്യക്തിപരമായി പിടികൂടി ലോകത്തെ പുനർനിർമ്മിക്കാനുള്ള തന്റെ ഉദ്ദേശം പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് ആദ്യ ഭാഗം അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് സെക്കൻഡ് പാർട്ടിലോട്ട് ഒരുപാട് ലൂപ്പ് ഹോളുമായിട്ടാണ് നിലനിർത്തുമ്പോൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആദ്യ ഭാഗം പോലെ മികച്ച ഒരു പാർട്ടായിട്ട് മാറ്റാൻ രണ്ടാം ഭാഗത്തിന് സാധിക്കുമോ എന്നൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം കൽക്കിയുടെ രണ്ടാം പാർട്ടിനായിട്ട്. അപ്പൊ കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിനെ കുറിച്ചുള്ള സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ സ്റ്റോറി കേട്ടതിന് ശേഷം എല്ലാവരും തന്നെ ചോദിക്കാനുള്ള ഒരു സംശയമാണ്, ചിത്രത്തിൽ ദുൽഖർ സൽമാനെ കാണിക്കുന്നുണ്ടല്ലോ, ദുൽഖർ സൽമാന്റെ റോൾ എന്തായിരുന്നു? ദുൽഖർ സൽമാന്റെ റോൾ എന്തെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൈരവനെ ചെറുപ്പത്തിൽ രക്ഷപ്പെടുത്തി ഒരു പോരാളിയാക്കി മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ അവസാനം രണ്ടുപേരും സ്വന്തം കാര്യം മാത്രം നോക്കണം, സെൽഫിഷ് ആയിട്ട് മാറണം എന്നുള്ള രീതിയിൽ തന്നെ ആണ് കഥയുടെ ചുരുക്കത്തിൽ കാണിക്കുന്നത്. എന്തൊക്കെയാണ് സെക്കൻഡ് പാർട്ടി ദുൽഖർ സൽമാൻ ഇല്ലെന്ന് ഉറപ്പിക്കുന്ന ഒരു ആദ്യ ഭാഗത്തിൽ തന്നെ എൻഡാക്കി വിട്ടിരിക്കുന്ന കാഴ്ചയിലൂടെ തന്നെയാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചിത്രത്തിന്റെ സ്റ്റോറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.